എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു, എൻ്റെ സ്നേഹിതൻ യേശു, എൻ്റെ പ്രാണപ്രിയൻ യേശു, എൻ്റെ സ്നേഹിതൻ യേശു, എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പം വസിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തില് വസിക്കുന്ന നമ്മുടെ ഈശോയെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. സർവശക്തനായ ദൈവമാണ് അവിടുന്ന്. സകലത്തിൻ്റെയും ഉടയവനായ കർത്താവാണ് അവിടുന്ന്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാല് സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് ഈ ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ ഈശോയെ നമുക്ക് ഹൃദയത്തിൽ ആരാധിക്കാം. നമ്മുടെ രക്ഷകനായി, നമ്മുടെ നാഥനായി, നമ്മുടെ സർവസ്വവുമായി നമുക്ക് അവിടുത്തെ സ്നേഹിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യാം. ജീവിതം മുഴുവനും നമുക്ക് ഈശോയ്ക്കായിട്ട് കൊടുക്കാം. ഞാൻ ആരായിരിക്കുന്നുവോ അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനിന്ന് ജീവനോടെ ആയിരിക്കുന്നത് എൻ്റെ ദൈവം എന്നെ ജീവനോടെ ആയിരിക്കുവാൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. ആ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഇന്നത്തെ ലോകത്തിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടെ ചേർന്നുകൊണ്ട് ദൈവം നമുക്കായി അനുവദിക്കുന്ന എല്ലാ നന്മകളോടും എല്ലാ കുറവുകളോടും ചേർന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. സർവശക്തനായ ദൈവത്തെ കണ്ടുകൊണ്ട്, ഈ അപ്പത്തിൽ സന്നിഹിതനായിരിക്കുന്ന സർവശക്തനായ നമ്മുടെ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ സകലത്തിനും മതിയായവനാണ്. ഈ ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അനുദിനം നമ്മെ നയിക്കുന്ന
സർവശക്തനായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയം ഉയർത്തി നമ്മുടെ കരങ്ങളെ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ, ഈശോയെ, ഈശോയെ. എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ലോകം മുഴുവനോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ വിളിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്നു, ദൈവമേ നന്ദി. അവിടുന്ന് സൗഖ്യദാതാവാകുന്നു. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന ഈശോയെ നന്ദി, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. പരമപരിശുദ്ധനായ കർത്താവേ, പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. പരമപരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരിലും വലിയവനായി ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. സകലത്തിനും മതിയായവനായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ജീവിതാവസ്ഥകൾക്കും മതിയായ ദൈവമാണ് അവിടുന്ന്. ദൈവമേ, ലോകം മുഴുവനും നോക്കി നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ലോകത്തിന് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമേ, അവിടുന്ന് മാത്രമാണ് കർത്താവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്ക് മാത്രമാണ് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ദൈവമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ തന്നെ ഞങ്ങളെ സമർപ്പിച്ചു തന്നുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ യേശുവേ നാഥ, കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ
സ്തുതിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അതിഭയാനകമായ COVID-19 വൈറസിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. മനുഷ്യകുലം മുഴുവനും നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ശാസ്ത്രലോകത്തിന് യാതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവിധത്തിലും നമ്മുടെ മരുന്നുകൾ പോലും ഫലപ്രദമാകാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന സഹോദരങ്ങളെ ഞങ്ങൾ കാണുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ ഞങ്ങളോട് അലിവ് തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കഴിയുന്ന ഹോസ്പിറ്റലുകളെയും വെന്റിലേറ്ററുകളെയും എല്ലാം ഓർക്കുന്നു കർത്താവേ. എല്ലാവിധത്തിലും തകർന്ന ഒരു അവസ്ഥയിലൂടെ ഇന്നത്തെ ലോകം കടന്നു പോകുന്നു. ഈശോയെ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ രോഗത്തിന്റെ ദുരിതം പേറുന്ന ലോകമെങ്ങുമുള്ള സകല മക്കളെയും അവിടുത്തെ കരുണയുള്ള കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് സാധ്യമായ യാതൊന്നുമില്ല. സർവശക്തനായ ദൈവമാണ് അവിടുന്ന്. ഈശോയെ എല്ലാവരും പരാജയപ്പെട്ടിടത്ത് വിജയിക്കുന്ന ഏക ദൈവം അവിടുന്ന് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എല്ലാം അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഇന്നോളം രക്ഷിക്കുവാൻ കഴിവുള്ള, ഞങ്ങളെ പരിപാലിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും രോഗാവസ്ഥകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ലോകത്തെ മുഴുവനായും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനോടൊപ്പം ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ, ദൈവമേ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. മരണത്തിന്റെ നെഴുവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മന്ദിരമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായവനെ. ആദിനു മന്ദിരമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായവനെ. അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് എൻ്റെ ദൈവമേ, ഈ കാലഘട്ടം പ്രതിസന്ധിയിലൂടെ മഹാമാരിയിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ ജനത്തിൻ്റെ വേദനകളുമായിട്ടാണ്. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഓ ഈശോയെ, ഈ COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ ഒരുപാട് തളർന്നു പോയവരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ തലമുറ, എൻ്റെ ദൈവമേ, ഒരു വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ ആകമാനം പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുകയാണ്. ഈശോയെ, അവരുടെ ജീവിതം ഇരുളടഞ്ഞതായി അവർക്ക് തോന്നുന്നു.
ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരുപാട് യുവതി യുവാക്കൾ ഞങ്ങൾക്കറിയാം കർത്താവേ. ദൈവമേ, പഠന മേഖലയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിൽ അവരെല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജെറമിയ 29:11 വചനം ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഓ ദിവ്യകാരുണ്യമേ, ഈ തലമുറയ്ക്ക് വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന ശുഭകരമായ പദ്ധതിയെ കാണുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ, അവരെ ശക്തിപ്പെടുത്തണമേ. എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഈ അൽത്താരയിൽ അങ്ങയുടെ മുമ്പിൽ ഉയർത്തി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളുടെ ദുഃഖം അവർ ശ്രദ്ധിക്കണമേ. വിദ്യാഭ്യാസ മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അവരുടെ നിരാശ എടുത്തു മാറ്റണമേ. പ്രത്യാശ കൊണ്ട് അവർ വീണ്ടും നിറയട്ടെ. അവരുടെ ഭാവി അങ്ങായി തീരട്ടെ. അങ്ങയിൽ വിശ്വസിക്കുവാൻ അവർക്ക് ഇടയാകട്ടെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരാധന, 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 ആരാധന. ഈശോയെ, നമുക്ക് ചേർന്ന് പാടാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് വരണമേ ഈശോയെ. ഈശോയെ, ഞങ്ങളുടെ യുവതി യുവാക്കളെ സന്ദർശിക്കണമേ. കർത്താവേ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ആമോസ് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഈശോയെ, ഞങ്ങൾ കാണുന്നു അടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ ദേവാലയങ്ങള് ദിവ്യബലി അർപ്പിക്കുവാൻ സാധിക്കാത്ത ദിവസങ്ങളോളം ദൈവം ഞങ്ങളിപ്പോൾ ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു. കൂദാശകളൊന്നും സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല. ദൈവം, ഞങ്ങളുടെ ആത്മീയ ജീവിതം വളരെ മന്ദതയിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുന്നു. കൂട്ടായ്മകളില്ല, പ്രാർത്ഥനകളില്ല, ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും എല്ലാം നിശ്ചലമായിരിക്കുന്നു. കൺവെൻഷനുകളില്ല. ഈശോയെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുവാൻ തക്ക തരത്തിൽ യാതൊരു ആത്മീയ ശുശ്രൂഷകളും ഞങ്ങൾക്ക് ലഭ്യമാകാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാറ്റിനും മതിയായവനായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കൈവെടിയരുതേ. ആത്മീയ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഈ വേളകളിലും ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ പറയുന്നതുപോലെ കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? അവിടുത്തെ ഭക്തന്മാരിൽ ആരാണ് പരിത്യക്തരായത്? ദൈവമേ, വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അവിടുന്ന് കരുണയോടെ കാണണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ ആരാധനാലയങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലികളിൽ സജീവമായി പങ്കെടുക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മകൾ വീണ്ടും ജീവൻ പ്രാപിക്കുവാൻ അവിടെ ഇടവരുത്തണമേ കർത്താവേ. എല്ലാവിധത്തിലും ആത്മാവിന്റെ പുതുക്കപ്പെട്ട ചൈതന്യം ഞങ്ങളെ വർഷിക്കുവാൻ തിരുമനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഈ വറുതിയുടെ കാലഘട്ടം ഞങ്ങളെ കടന്നു പോകുവാൻ വേണ്ടി ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. പരമപരിശുദ്ധനായ ദൈവത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, മനസ്സുയർത്തി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ മണ്ഡലങ്ങളെ കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയെ പുതിയൊരു ഉണർവ് ഞങ്ങൾക്ക് നൽകണമേ. സഭാ സമൂഹങ്ങളെ സന്ദർശിക്കണമേ. ധ്യാന കേന്ദ്രങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വിശ്വാസ ജീവിതത്തെ പുതുക്കി പണിയണമേ. ഒരു പുതുജീവൻ ഞങ്ങൾക്ക് നൽകണമേ. ഒരു പുതിയ ബന്ധക്കോസ്ത് ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധ കുർബാനയോട് ഞങ്ങളെ സമ്പന്നമാക്കണമേ. ജീവൻ പകരണമേ നാദാ.
പകരണമേ നാഥാ കനിയണമേ ജീവൻ പകരണമേ. ഓ കർത്താവേ, ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യം ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ ഒരു വിഷസർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഓ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ പുറപ്പെടട്ടെ. എന്റെ കർത്താവെ, അങ്ങയുടെ ജനത്തെ വകവരുത്തുവാൻ, തകർത്ത് കളയുവാൻ ഒരു വിഷസർപ്പത്തിന്റെ പല്ലിനും കഴിയില്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ ഇതിനെ അതിജീവിക്കും. അങ്ങയുടെ കാരുണ്യത്താൽ ഇപ്പോൾ രോഗികൾ സുഖപ്പെടും. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അങ്ങയുടെ കാരുണ്യത്താൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കും. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ലോകം മുഴുവൻ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ മഹത്വം അനേക കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. അതിനു വേണ്ടി കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തുന്നു. സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയോട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, രോഗികളിൽ സംഭവിക്കട്ടെ, ദുഃഖിതരിൽ സംഭവിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊറിയന്റിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ സ്വീകരിച്ച് കിടക്കുന്ന രോഗികളിലേക്ക് ഇപ്പോൾ സൗഖ്യശക്തി ഒഴുകട്ടെ. വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികളിലേക്ക് ഇപ്പോൾ സൗഖ്യം ഒഴുകട്ടെ. ഹല്ലേലൂയ കർത്താവേ, ആരാധന. പകരണമേ ജീസസ്. സൗഖ്യം പകരണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ നോക്കി നാഥാ പകരണമേ. എല്ലാ രോഗികളും പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പകരണമേ. ഭീതിയിൽ കഴിയുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നാഥാ പകരണമേ. നിരാശയിൽ പെട്ടുപോയവർ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പകരണമേ. നാഥാ പകരണമേ. ഈശോയെ, സൗഖ്യം പകരണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അരുളി ചെയ്ത പ്രത്യേക ദൈവമിതാ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് തൻ്റെ തുളയ്ക്കപ്പെട്ട കരമുയർത്തി എന്നെയും നമ്മളെയും ലോകം മുഴുവനെയും ആശീർവദിക്കുന്നു. ഈ ആശീർവാദം ഏറ്റുവാങ്ങുവാൻ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നാഥാ കനിയണമേ.
പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.